പാലിയാച്ചിന് നല്ല വാതിൽ കാണാൻ വീടിന്റെ വാതിൽ അപ്പൊ നമ്മൾ അതിന് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണ് ഗൈസ് പോകുന്നത്. ഇനി കുറെ ഇപ്പം ഒഴിവുണ്ട്. ഇനി കുറെ ഒരു മിനിറ്റ് ഗൈസ് ഫോൺ. അപ്പൊ വീണ്ടും വന്നു ഗൈസ്. നമ്മുടെ ഫോൺ വന്നത് കൊണ്ട് കുറച്ച് സാങ്കേതിക അല്ലേ, അതുകൊണ്ട് നമ്മൾ പിന്നെ വന്നിരിക്കും. അപ്പം നമ്മളിനി ഇപ്പം എന്താ ചെയ്യുന്നത്? പാട്ട് വെക്കണം, ഡാൻസ് കളിക്കണം, എന്തോരം പരിപാടികളാണ്. അപ്പൊ ഡാൻസ് പാട്ട് വരുന്നതിന് മുന്നേ നമുക്ക് എന്തോ വേണം, എല്ലാവർക്കും പോയി കല്യാണത്തിന്. ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കല്യാണത്തിന്റെ വീഡിയോയും വ്ലോഗും ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോയും വ്ലോഗും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ചെറിയ ചില ക്ലിപ്സ് മാത്രമേ കിട്ടത്തുള്ളൂ. അത് വെച്ചൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇടും. അടുത്തതിനകത്ത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അനഘയുടെ കയ്യിലാണ്. നമ്മളെന്തായാലും ഇടും. ചെറിയ ക്ലിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഫീഡ്ബാക്ക് ചോദിച്ചിട്ട് വരാം. ഓക്കെ, ശരിക്കും എന്താ പറയാനുള്ള കല്യാണം ഉണ്ടായിരുന്നു? നല്ല കല്യാണമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ അത് നമുക്ക് ഇവിടെ എല്ലാവരോടും നമുക്ക് ഇത് തന്നെ ഫോണും കൊണ്ട് വരുമ്പോഴേ പേടി. സാത്തിയുണ്ട് ഇവിടെ, പിന്നെ സാത്തി ഇങ്ങോട്ട് നോക്കത്തോലില്ല. ഇന്നലെ വൃത്തിയുടെ കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചേ. സായ്മോനോട് ചോദിക്കാം നമുക്ക്. സായ്മോനെ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? ഓക്കെ, കല്യാണം അടിപൊളിയായിരുന്നോ? ഓക്കെ, മാർക്ക് ഞാൻ എല്ലാവരോടും പോയി ചോദിച്ചിട്ട് വരട്ടെ. ഞാൻ ഹീൽസ് ആയിട്ടേക്കുന്നത്, അപ്പൊ ഇത് ഊരി വെച്ചിട്ട് നടക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, കാണിച്ചത് എല്ലാം കാണിച്ചത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ദക്ഷിണയോട് ആദ്യം ചോദിക്കാം. ദക്ഷിണ, കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ കല്യാണമായിരുന്നു. ഇപ്പൊ എവിടെ പോവാ നീ? അരിക്കുടി ചേച്ചി പുതിയ. അപ്പം ദക്ഷിണയ്ക്ക് അത്രയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത നിശ്ചയ ചേച്ചി കൊടുക്കും. ചേച്ചി കല്യാണം എങ്ങോട്ട്? കിടക്ക കല്യാണം, അത് നമ്മൾ മുഖവിലക്ക് എടുക്കണ്ട അല്ലേ? ഓക്കെ, ഇനി അനിലേട്ടനോട് ചോദിക്കട്ടെ. അനിലേട്ടനും അമ്മയും കൂടി ഇവിടെ വന്നിരിക്കുവാണ്. ഇത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. അമ്മേ കല്യാണം എങ്ങനെ? എന്റെ കല്യാണം വേറും അമ്മയുടെ അല്ല, അരിക്കുട്ടിയുടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കല്യാണമായിരുന്നു, അടിപൊളി കല്യാണം. ഓക്കെ, ഇനി നമുക്ക് രാജേശ്വരൻ പറ. രാജേശ്വരന് ഇവിടെ ഇത്രയും സീറ്റ് ഇല്ല. ഇവിടെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് രാജേശ്വരൻ ഇവിടെ നിന്ന് പോവാ. ഉത്തരവാദിത്തമുള്ള ഒരേ ഒരു മനുഷ്യൻ ഇതാണല്ലേ, നിന്നാ പെട്ടെന്ന് എത്താം. ഇരിക്കാം. ഓക്കെ, പറ എങ്ങനെയുണ്ട് കല്യാണം? എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം കൊള്ളായിരുന്നു. നിങ്ങൾക്ക് പിന്നെ ആരും പറയണോ? വേണോ? രാജേശ്വരനെ കൂടി ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ശ്രീകുട്ടി ചേച്ചിയുടെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ കല്യാണത്തിന് ഇന്നലെ ഒരുങ്ങാൻ തുടങ്ങി. ഇന്നത്തെ പാലിയാച്ചൻ, ഇന്നത്തെ നല്ലവാതിലിന് ഇന്നലെ രാത്രിയിലെ എന്റെ നേതൃത്വത്തിൽ നമ്മുടെ കൺട്രോളിൽ നടന്ന കല്യാണമായതുകൊണ്ട് ഇതൊക്കെ പച്ചക്കള്ളോട്ടോ, പച്ചക്കള്ളം. നമുക്ക് മാമൻ രാജേഷ് മാമനുണ്ട്, ദീപച്ചിട്ടുണ്ട്, ഇവരോടൊക്കെ നമുക്ക് ചോദിക്കാം. അത് മാമനോട്. മാമ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടെല്ലാം ഭംഗിയായിട്ട്. ഓക്കെ, പറ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു മാമ? ശ്രീകുട്ടി കൺട്രോൾ ചെയ്തെല്ലാം ഭംഗിയായിട്ട് നടന്നു. ശ്രീകുട്ടി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ് എടുക്കട്ടെ ചേച്ചി. നമുക്ക് ദീപച്ചിട്ടോടെ അച്ഛൻ്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചിറ്റയായിരുന്നു ഇന്നലെ ഏറ്റവും സുന്ദരി എന്നാണ് ചിറ്റ പറയുന്നത്. ചിറ്റയുടെ കുറച്ച് ഫോട്ടോയും കൂടി ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയണേ ചിറ്റയാണോ ഏറ്റവും സുന്ദരി എന്ന് പറയണേ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കൊച്ചു പിള്ളേരിക്കുന്നുണ്ട്. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നടാ? അങ്ങനല്ല, നേരെ പറ. മാറ് മുഖം കാണട്ടെ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു വർഷേ? അല്ല പറ. കൊള്ളായിരുന്നോ? ഇപ്പൊ എവിടെ പോവാ മോനെ? എവിടെ പോവാ? എവിടെ പോവാ?
അറിയത്തില്ല. അവൻ എവിടെയോ ഇരിക്കുവാ. ഇവിടെ സോമമാമയുണ്ട്. സോമാമ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നല്ല ഗംഭീരമായ കാര്യങ്ങളായിരുന്നു. എല്ലാം വളരെ ഭംഗിയായിരുന്നു. മൊത്തത്തില് അടിപൊളിയാണ്. ഞാനും കണ്ടായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. വളരെ അടിപൊളിയായിരുന്നു. ഓക്കെ. നീ ചാച്ചൻ പറ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ച? അല്ലേ, സൂപ്പർ ആയിരിക്കുമല്ലോ. നല്ല കല്യാണമായിരുന്നു. അടിപൊളി കല്യാണമായിരുന്നു. ചാച്ചന് സോമാമന് അത്രയാണ് ചേച്ചി പറയാനുള്ളത്. ഇനി നമുക്കിവിടെ വേറെ ആരൊക്കെ ഉണ്ട് എല്ലാവരോടും ചോദിക്കും. വിന്തമ്മ പിടിച്ചു. അയ്യോ വിന്തമ്മ കല്യാണം കണ്ടായിരുന്നു. പെണ്ണിന്റെ അമ്മ കല്യാണം കണ്ടായിരുന്നു. നല്ല കല്യാണമായിരുന്നു. ഓക്കെ. അമ്മച്ചി കല്യാണം അമ്മച്ചിയുടെ പറ എന്തമ്മച്ചി? നല്ല കല്യാണമായിരുന്നു. കൊച്ചുമക്കളുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ആളുടെ കല്യാണം അല്ലേ? രണ്ടാമത്തെ ആളുടെ കല്യാണമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു. ശ്രാവൺ എന്റെ പുറകെ അങ്ങ് നടക്കുക. മൂന്നാമത്തെ നിൽക്കുക. ഉഷാമയും ജഗദമ്മയും ഇവിടെ ഉണ്ട്. എങ്ങുണ്ടായിരുന്നു കല്യാണം? സൂപ്പറായിരുന്നു. കല്യാണവും ആഹാരവും എല്ലാരോടുള്ള സഹകരണവും എല്ലാം സൂപ്പറായിരുന്നു. അത് മതി, അത്രേ മതി. ഉഷാമേ കല്യാണം കണ്ട് എല്ലാം നല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ഗിരിജ ചേച്ചി ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഗിരിജ ചേച്ചി കല്യാണം? സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. നന്ദേ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം കണ്ടത്? അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളെല്ലാരോടും ചോദിച്ചത് അങ്ങനെ എല്ലായിടത്തും വിടുന്നുണ്ട്. എനിക്ക് സമയം കിട്ടണ്ടേ? എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഉറങ്ങാൻ സമയം. അവിടെ കുറെ പേരുണ്ടായിരുന്നു. അവരോട് ഓടിക്കുന്ന ചേട്ടൻ കല്യാണത്തിന് വന്നില്ല. പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഓടിക്കുന്ന കല്യാണം ഏത് കല്യാണവും ചോദിക്കും എന്നോട്. ഓക്കെ. അപ്പം നീ അടുത്ത ആൾക്കാർ കയറുമ്പോൾ അവരുടെ ഫീഡ്ബാക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. കഴിച്ച് ഇപ്പൊ പോയിട്ട് ഞാൻ പാട്ട് ഇടാൻ പറയട്ടെ. പാട്ടിട്ടിട്ട് ഞാൻ ഡാൻസ് കളിക്കണം. അതാണ് നല്ലേ. നീ ജിഷ്ണു ചേട്ടൻ ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞു. ചേട്ടാ കാണിച്ചു. സാത്തി കൊണ്ട് നോക്ക് കല്യാണം കണ്ടായിരുന്നു. സാത്തി എന്നെ തൊഴുന്നു കഴിച്ചു. ഇവിടെ ആകെ വ്ലോഗ് എടുക്കാൻ താല്പര്യമുള്ളത്. അയ്യോ പാട്ട് വന്നു കഴിച്ചു. ഞാൻ പിന്നെ പാട്ട് ഇനി കഴിഞ്ഞിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കും. എന്നിട്ട് നമ്മൾ അത് കഴിയുമ്പോ വരും അല്ലേ സൈമൺ? അത് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷം വരുന്നതായിരിക്കും. ബൈ പറ. ബൈ പറ. ബൈ. അങ്ങനെ പറ. ബൈ. ശിവ ബൈ പറ. ഓക്കെ. ബൈ പറ. ബൈ. ഇനി നമ്മള് വൈൻഡപ്പ് ചെയ്യട്ടെ. മാറി സ്ഥലം എന്താ നമ്മളപ്പം ഇനി ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത വ്ലോഗായിട്ട് വരുന്നവരെ ബൈ.